ഇന്നൊരു ചൗവരി ബീട്രൂട്ട് ഹൽവയായാലോ. കഴുകിയെടുത്ത ചൗവരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വേവുള്ളത് കാരണം ഡബിൾ വേണട്ടോ വെള്ളം. സിമ്മിൽ വെച്ച് നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. ഇനി ഇതേ കുക്കറിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഫുൾ വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. 2 വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൗവരി ഇട്ട് കൊടുക്കാം. 2 ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്ക് നട്ട്സ് ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ചൗവരിയും ബീട്രൂട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ശർക്കരപ്പാനി ഉരുക്കി ഇത് അരിച്ചെടുത്തതാണേ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് നേരെ അതിലേക്ക് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി ഒന്ന് റൗണ്ടിലാക്കി പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാനാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മുടെ ഈസി ആയിട്ടുള്ള ചൗവരി ബീട്രൂട്ട് ഹൽവ റെഡിയാണ്. ഈസി ആൻഡ് സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.